നമസ്കാരം. തീരെ കുഞ്ഞനാണെങ്കിലും ഗുണത്തിലും എരിവിലും അത്ര കുഞ്ഞനല്ല കാന്താരി. നമ്മുടെ ചുറ്റുവട്ടത്ത് നന്നായി വളരുന്ന ഒന്നാണ് ഈ കാന്താരി മുളക്. പലതരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങൾ കാന്താരിക്കുണ്ട്. കാന്താരിയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ വേദനയും നീരും കുറയ്ക്കാൻ നല്ലതാണ്. ദഹനക്കുറവ്, വായു സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാന്താരി ഭക്ഷണത്തിൽ ചേർത്ത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇതിൽ ധാരാളം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ കോശങ്ങൾ നശിക്കുന്നത് തടയാൻ സഹായിക്കും. കൊളസ്ട്രോൾ ഉള്ളവർ കാന്താരി പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഇത് ശരീരത്തിലെ നല്ല കൊളസ്ട്രോൾ കൂട്ടി ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും. കൂടാതെ വിറ്റാമിൻ സി ധാരാളമായി കാന്താരിയിലുണ്ട്. ഇത് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയും ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗിരണം വേഗത്തിലാക്കുകയും ചെയ്യും. ചർമ്മത്തിലെ അണുബാധ കുറയ്ക്കുന്നതിനും കണ്ണിലെ കാഴ്ചശക്തിക്കും കാന്താരി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറെ ഗുണം ചെയ്യും. കൂടാതെ രക്തസമ്മർദ്ദം കൂടുതലുള്ളവർ കാന്താരി ഉപയോഗിക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. ഹീമോഗ്ലോബിൻ ഉൽപ്പാദനം കൂട്ടി രക്തത്തിന്റെ ഒഴുക്കിനെ ത്വരിതപ്പെടുത്തുകയും രക്തം കട്ടപിടിക്കുന്ന അവസ്ഥ ഒഴിവാക്കി സ്ട്രോക്ക് പോലുള്ള അവസ്ഥ ഉണ്ടാകാതെ നോക്കാനും കാന്താരിക്ക് കഴിയും. കാന്താരി മുളക് മറ്റ് ഭക്ഷണങ്ങളിൽ ചേർത്ത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണ, തൈര് എന്നിവ ചേർത്ത് കാന്താരി ഉപയോഗിച്ചാൽ എരിവ് കുറഞ്ഞു കിട്ടും. കാന്താരി മുളകിന്റെ അമിത ഉപയോഗം ചർമ്മത്തിന് പുകച്ചിൽ, ചൊറിച്ചിൽ, അമിതമായ വിയർപ്പ്, വയറിൽ ബുദ്ധിമുട്ടുകൾ എന്നിവയ്ക്ക് കാരണമാകും. വൃക്കരോഗം, കരൾ രോഗം എന്നിവ ഉള്ളവർ കാന്താരി ഒഴിവാക്കുന്നതാണ് നല്ലത്. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കാന്താരി കൊടുക്കുന്നത് നല്ലതല്ല. ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും കാന്താരി ധാരാളമായി ഉപയോഗിക്കരുത്. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.